everyone, welcome to my channel. In this video, I'm gonna show you a slice of my life. So let's get into the video. ഇപ്പം ഞങ്ങളൊന്ന് പുറത്തു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ഒരു ബ്ലാക്ക് കോഡ് സെറ്റായിട്ട് ഇടുന്നത്, അതിലോട്ട് ഈ ഒരു ബ്ലാക്ക് വാച്ച് കൊടുക്കുന്നുണ്ട്. ഈ കോഡ് സെറ്റ് വാങ്ങിയിട്ടൊരു 1 year ഒക്കെ ആയിട്ടുണ്ടാകും. അതിനുശേഷം ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോൾ പെട്ടെന്ന് ഇടാൻ സുഖം ഈ ഡ്രസ്സാണ്. എനിക്ക് നല്ല കംഫർട്ടാണ് ഈ ഡ്രസ്സ് ഇടുമ്പോൾ. പിന്നെ അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് ഒരുങ്ങുമ്പോഴൊക്കെ സുഖമാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒരു പെർഫ്യൂം കാണിക്കാം കേട്ടോ. ഇത് ബാത്ത് ആൻഡ് ബോഡീൻ്റെ ആണ്. ഇതെനിക്ക് ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇത് നമുക്കൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു പാക്കേജിങ് ഒക്കെയാണ്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ സ്മെല്ലും. നല്ല ഒരു കുത്തുന്ന സ്മെല്ലൊന്നും എനിക്കങ്ങനെ പറ്റില്ല. എനിക്ക് കുറച്ച് മൈൽഡ് സ്മെല്ല് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ലൊരു ചോയ്സ് ആയിരിക്കും ഈ ഒരു പെർഫ്യൂം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പെർഫ്യൂം കളക്ഷനൊക്കെ ഉള്ളവരാണെങ്കിൽ അതിലോട്ട് നല്ലൊരു അഡീഷൻ ആയിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ഫസ്റ്റ് തന്നെ ഉമ്മാക്ക് ബട്ടൺ ഹൗസിൽ പോകാനുണ്ട്. ഞങ്ങൾ നിലമ്പൂരുള്ള 2-3 ബട്ടൺ ഹൗസിൽ കയറി. പക്ഷെ ഉമ്മ ഉദ്ദേശിച്ച സാധനമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഉമ്മാക്ക് നൂലൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു വൈകുന്നേരം വീണ്ടും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇത് കനോലിപ്പോട്ടിൻ്റെ അവിടെയുള്ളൊരു കടയിൽ കയറിയതാണ്. അവിടുന്ന് ചായയും സ്നാക്സൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് വീടിനടുത്താണെങ്കിലും ഞാൻ ഇങ്ങോട്ട് അങ്ങനെ ചായ കുടിക്കാനൊന്നും അങ്ങനെ വരാറില്ല. അനിയൻ എപ്പോഴും വരുന്ന സ്ഥലമാണ്. പക്ഷെ ഞാൻ അങ്ങനെ വരാറൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചായക്ക് സ്നാക്സൊക്കെ കൊണ്ടുവരാൻ പറയാനാണ് പതിവ്. പിന്നെ നമ്മൾ പുഴയ്ക്ക് പോയി. ഇത് ഒടായിക്കലാട്ടോ. ഒടായിക്കൽ കുട്ടികളെ കൊണ്ടിട്ട് വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനെ പോയതായിരുന്നു. ഈ ഈവനിങ് ടൈമിൽ പുഴേൻ്റെ അവിടെ ഇരിക്കാനും നല്ല സുഖമാണ്. എനിക്ക് പുഴ, ബീച്ച് അതൊക്കെ നല്ല ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ജാംജൂമിലും കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പച്ചക്കറി വാങ്ങാൻ അങ്ങനെയൊക്കെ ആയിട്ട്. ഇത് അവിടെ നിന്ന് കിട്ടിയ കൂപ്പണായിരുന്നു കേട്ടോ. പിന്നെ ഇത് രാത്രിയാണ്. കുറച്ച് നേരമൊക്കെ പഠിക്കാനൊക്കെ ഇരുന്നു. അതിനിടയിൽ ഒരു ഓട്ട് ബാസും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് വന്ന ഒരു കൊറിയർ അൺബോക്സ് ചെയ്യുന്നത്. ഇതൊരു ബുക്കാണ് കേട്ടോ. ഇത് സുധാമൂർത്തിൻ്റെ ബുക്കാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് കഴിയാനായിട്ടുണ്ട്. അത് MTൻ്റെ മഞ്ഞ് എന്നുള്ള ബുക്കായിരുന്നു. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാനങ്ങനെ ഇപ്പോൾ കയ്യിലുള്ള ബുക്ക് കഴിയാനാകുമ്പോഴത്തേന് അടുത്ത ബുക്ക് ഓർഡർ ചെയ്യും. അപ്പോൾ നമുക്കൊരു വലിയ ഗ്യാപ്പൊന്നും വരില്ലല്ലോ. പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ നല്ലോണം അങ്ങനെ കുത്തിയിരുന്ന് വായിക്കലൊന്നും നടക്കുന്നില്ല. സമയമൊന്നും കിട്ടാറില്ല. അപ്പോൾ ഉള്ള സമയങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നേരത്തെ ഓർഡർ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് മലയാളം ബുക്സാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പോൾ അങ്ങനെ വാങ്ങിയതായിരുന്നു കേട്ടോ ഈ ഒരു ബുക്ക്. നല്ല റിവ്യൂസൊക്കെയാണ് ഇതിന് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വായിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബുക്ക് വായിക്കുന്ന ശീലം നല്ലതാണ്. അങ്ങനെ ഒരു ശീലം ഉള്ളവരാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അതില്ലാത്തവരാണെങ്കിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. നമുക്ക് സിമ്പിളായിട്ടുള്ള ബുക്സും ചെറിയ ബുക്സൊക്കെ വായിച്ച് തുടങ്ങുമ്പോൾ പിന്നെയും വായിക്കാനൊക്കെ തോന്നും. പിന്നെ ഇത് കുറച്ചൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ കുറച്ച് സാധനങ്ങൾ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പിന്നീട് ഒരു ദിവസം എടുത്ത വീഡിയോ ആട്ടോ. അപ്പോൾ ഇതെല്ലാം പല പല ദിവസങ്ങളിൽ കിട്ടിയതുകൊണ്ട് ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വേറൊരു ദിവസം ഷൂട്ട് ചെയ്തതാണ്. ഇതൊരു സ്ക്രഞ്ചീസിൻ്റെ സെറ്റാട്ടോ. ഇതൊരു 5 എണ്ണം ഉണ്ട്. 5 ഡിഫറെൻറ്റ് കളേഴ്സായിട്ടുള്ള സ്ക്രഞ്ചീസാണ്. കുഴപ്പമില്ല, ഒരു ആവറേജ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഇതെനിക്ക് ആവശ്യം ഉള്ള കാര്യമായിരുന്നു. കാരണം എൻ്റെ അടുത്ത് സ്ക്രഞ്ചീസൊക്കെ എപ്പോഴും മിസ്സാവും. പിന്നെ ഇത് ഒരു റിങ്ങാണ്. ഇത് ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് കാർട്ടിലൊക്കെ ഇട്ട് വെച്ചതായിരുന്നു. ഇതൊക്കെ മീഷോന്നാട്ടോ. ഇത് സിമ്പിൾ റിങ്ങാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതും അങ്ങനെ വലിയ റേറ്റിൻ്റെ ഒന്നുമല്ല. ഒരു വൈറ്റ് സ്റ്റോണൊക്കെ വരുന്ന. എനിക്കിപ്പോൾ കുറച്ചായിട്ട് റിങ്ങിനോടൊരു പ്രത്യേക ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിയതായിരുന്നു ഈ റിങ്. കണ്ടോ, രസമല്ലേ?
പിന്നെ ഈ ഒരു ബോക്സിലുള്ളത് ഒരു ഐലാഷ് കളറാണ്. ഇത് ഞാൻ കുറച്ചായിട്ട് വാങ്ങാനും വിചാരിച്ചിരുന്നതായിരുന്നു. ഇതും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് വലിയൊരു ധാരണയൊന്നുമില്ല. അതൊക്കെ ഇനി വീഡിയോസ് നോക്കി പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എനിക്ക് നല്ല ആഗ്രഹമുള്ള സാധനമായിരുന്നു. എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയാനൊക്കെ ഒരു ഇൻട്രസ്റ്റ്. പിന്നെ ഈ ഒരു ഫേസ് റോളർ, ഇത് ഞാൻ വീഡിയോസിലൊക്കെ നല്ല റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. എങ്ങനെയുണ്ട് എന്നൊക്കെ യൂസ് ചെയ്ത് നോക്കണം. ഇതും വീഡിയോസൊക്കെ കുറച്ചുകൂടി കാണണം, എങ്ങനെയാണ് കറക്റ്റ് വേയിൽ യൂസ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. തൊട്ട് നോക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ യൂസ് ചെയ്യാനൊക്കെ നല്ല ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. ഞാൻ പൊതുവേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങും, കുറച്ച് ദിവസം യൂസ് ചെയ്യും, പിന്നെ എനിക്കത് മതിയാവും, ഞാനത് എടുത്ത് വെക്കും. അതാണ് എൻ്റെ ഒരു നേച്ചർ. പക്ഷെ നോക്കി വെക്കണം. പിന്നെ ഈ ഒരു ബോക്സാണ്. ഇത്ര വലിയ ബോക്സിൽ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ അത്ര വലിയ സാധനം ഒന്നും ഓർഡർ ചെയ്തില്ലല്ലോ വിചാരിച്ചു. അതിനകത്ത് ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു ഫേസ് പാക്കിൻ്റെയൊക്കെ ഒരു ബ്രഷാണ്. ഇത് ഇത്രയും വലിയ ബോക്സിൽ എന്തിനാണ് അവരിട്ടതെന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പറയുമ്പോൾ അത് പൊട്ടുന്ന സാധനം ഒന്നുമല്ല. അങ്ങനെ ഒന്ന് വെറുതെ ഞാൻ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിയതായിരുന്നു ഇത്. അപ്പോൾ ഇതൊക്കെയാണ് ആകെ മൊത്തം നമ്മൾ വാങ്ങിയ സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ടാറ്റാ ബൈ ബൈ.